വഴി വെട്ടിയത് മനോജേട്ടനാണ്. അതാണ് എന്തേലും ഭാഗമാണോ മനോജേട്ടൻ? എനിക്ക് പടത്തിനെ കുറിച്ച് പോലും അറിയില്ല. സിദ്ദീഖ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഭാഗമാണെന്നുള്ളത്. എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്, അതുകൊണ്ട് അഭിപ്രായം പറയാൻ. കൊറോണ സമയത്ത് കൊറോണയുടെ മുന്നേ ആയിരുന്നു ബിഗ് ബിയുടെ ബിലാല് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് പലരും കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണല്ലോ ഡ്രോപ്പ് ആയത്. അപ്പോൾ അതിന്റെ പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതൊന്നും ആയിട്ടില്ല, അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്താ കാരണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അന്ന് അത് നടന്നു പോയേനെ, പക്ഷെ അത് കൊറോണ വന്നുകൊണ്ടാണ് മാറിയിട്ടുള്ളത്. നിലവിൽ പ്ലാനിലുണ്ട്. നിലവിൽ ഇതിൻ്റെ അപ്ഡേഷൻ ഒന്നും എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ഈ ബിഗ് ബിയുടെ കഥ മനോജേട്ടനാണ് ആദ്യം കേട്ടത്, അതുകൊണ്ടാണ് ആ സിനിമ സംഭവിച്ചതെന്നുള്ളൊരു സാധനം ഉണ്ട്. അങ്ങനൊന്നുമില്ല. അമല് റിലേറ്റീവാണ്, ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അമലിങ്ങനെ അതിനോട് പറഞ്ഞിട്ട് പറഞ്ഞു നമുക്കായിട്ട് ഇതൊന്നും എനിക്ക് കഥ പറയണം, ഒരു അവസരം ഉണ്ടാക്കി തരണം. നമുക്കായിട്ട് ബ്ലാക്ക് എന്നുള്ള സിനിമയിൽ അമല് വർക്ക് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് സാറിന് അങ്ങനെ പെട്ടെന്ന് പുതിയ ആൾ വന്ന് പെട്ടെന്ന് പറ്റൂല. അങ്ങനെ അമലിൻ്റെ അടുത്ത് വഴി വെട്ടിയത് മനോജേട്ടനാണ്. അതാണ് ചോദിക്കാറില്ലേ? കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാറില്ലേ? ബിലാലിനെ കുറിച്ചിട്ട് ചോദിക്കാറില്ലേ? അമ്മലിനോട് എപ്പി ഒരു കല്യാണത്തിന് കണ്ടിരുന്നു കോട്ടയത്ത്. അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, പറഞ്ഞില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല, ആയിട്ടില്ല.